ഭക്ഷണം പാകം ചെയ്തത് കഴിക്കുക, അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളം, മലിനജലം ഉണ്ടെങ്കിൽ അത് മാറ്റുക, ഇങ്ങനെ തുടങ്ങി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നിപ്പ ബാധിച്ച് ആ സമ്പർക്ക പട്ടികയിൽ കിടക്കുന്ന 72 പേരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് ഈ കരുതലുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അവർ ഇപ്പോൾ ഈ രോഗികളാണോ അല്ലയോ എന്നറിയാത്തൊരവസ്ഥയിൽ കഴിയുന്നത്. അതാണ് നിപ്പ പോലെയുള്ള ഒരു രോഗത്തിൻ്റെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശം, ഡോക്ടർ, ഏതെങ്കിലും ഒരു മേഖല, ഏതെങ്കിലും ഒരു പ്രദേശം, ഏതെങ്കിലും ഒരു പ്രത്യേക ഇടം, അവിടെയാണ് ഇത്തരം രോഗങ്ങൾ നിപ്പ കൂടുതലായി വ്യാപിക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ കഴിഞ്ഞ താങ്കൾ പറഞ്ഞതുപോലെ ഈ 10-11 തവണത്തെ ഈ ഒരു ഔട്ട്ബ്രേക്കിനും ശേഷം നമുക്കത് ശാസ്ത്രീയമായി നമുക്ക് വിലയിരുത്താനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു മേഖല തിരിച്ച് അവിടെ കൂടുതൽ കരുതൽ വേണം എന്ന് പറയാൻ കഴിയുമോ? അല്ല, നിപ്പയുടെ കാര്യം ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഔട്ട്ബ്രേക്സ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മലപ്പുറം ജില്ല, പിന്നെ പാലക്കാടും എറണാകുളം ഒക്കെ പാലക്കാട് 2 പ്രാവശ്യവും എറണാകുളത്ത് 1 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് വേണം, കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് നിപ്പയുടെ കാര്യത്തിൽ നമുക്ക് സർവൈലൻസ് ശക്തിപ്പെടുത്തണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പക്ഷേ ഇപ്പം ഡോക്ടർ സൗമ്യ സൂചിപ്പിച്ചതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഈ ഷിഗല്ലയും നിപ്പയും രണ്ടും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള 2 രോഗപകർച്ചാ രീതികളും വ്യത്യസ്തമായ സാഹചര്യങ്ങളുമാണ്. ഷിഗല്ലയുടെ കാര്യം പറയുമ്പം നമുക്ക് മറ്റുള്ള പരിസ്ഥിതിജന്യമായിട്ടുള്ള നിരവധി രോഗങ്ങൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടി വരും. കാരണം കഴിഞ്ഞ വർഷം, ഇപ്പോൾ ഈ വർഷം തന്നെ നിരവധി ഹെപ്പറ്റൈറ്റിസ് എ കേസ്, മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയറിളക്ക രോഗങ്ങൾ, കഴിഞ്ഞ വർഷം ഏതാണ്ട് 5.5 ലക്ഷം വയറിളക്ക രോഗങ്ങളും 32,000-ഓളം ഹെപ്പറ്റൈറ്റിസ് എ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 100-ഓളം മരണങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ ജലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മലിനജല സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന എലിപ്പനി, കഴിഞ്ഞ വർഷവും 6,000-ഓളം കേസുകളുണ്ടായിട്ടുണ്ട്, 400 മരണങ്ങളുണ്ടായിട്ടുണ്ട്. ഇത്തരം പരിസ്ഥിതിജന്യമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, അമീബിക് മെനിഞ്ചൈറ്റിസ് മറ്റൊരു സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ കഴിഞ്ഞ വർഷം 200-ഓളം കേസ്, ഈ വർഷം ഇപ്പം തന്നെ 150-ഓളം കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 10-50-ഓളം മരണങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം നാം തേടിപ്പോകുമ്പോൾ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. അതായത് നാം ഓർക്കേണ്ടത്, ഏതാണ്ട് 1.5 നൂറ്റാണ്ട് മുമ്പ് തന്നെ കോളറയൊക്കെ ലോകവ്യാപകമായിട്ട് പടർന്നു പിടിക്കും, യൂറോപ്പിൽ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും തെക്കൻ കേരളത്തിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ അത് ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞിരുന്നു. നമ്മുടെ ശുചിത്വ അവബോധവും അതുപോലെ തന്നെ കുടിവെള്ള വിതരണ സംവിധാനങ്ങളും സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 1895 തന്നെ തിരുവിതാംകൂർ സ്ഥാപിച്ചിട്ടുണ്ട്. 1933 തന്നെ പൊതുജനാരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുടിവെള്ള വിതരണ പദ്ധതി തിരുവനന്തപുരത്തുള്ള 1925 ഒരു 100 വർഷം മുമ്പ്. അതുപോലെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി. പക്ഷേ ഇപ്പോഴത്തെ വർത്തമാനകാല കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാണ്ട് 84% സ്യൂവേജും നമ്മൾ അൺട്രീറ്റഡ് ആയിട്ട് പ്രകൃതിയിലേക്ക് ഒഴുക്കി വിടുകയാണ്. 16% മാത്രമേ ഉള്ളൂ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി കേരളത്തിൽ. അതും തിരുവനന്തപുരത്തെ മുട്ടത്തറ ഫാം പോലത്തുള്ള സംവിധാനങ്ങൾ. അതുപോലെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ 30% ജനങ്ങൾക്ക് മാത്രമേ ട്രീറ്റഡ് പൈപ്പ് വാട്ടർ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ വാട്ടർ അതോറിറ്റി വഴി. ബാക്കി ഒരു 20% പേർക്ക് പല രീതിയിലുള്ള പഞ്ചായത്തുകളുടെയും മറ്റു പദ്ധതികൾ വഴി ഓൺ ആൻഡ് ഓഫ് ലഭിക്കാറുണ്ട്. പക്ഷേ 50%-ലധികം ജനങ്ങൾ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് കിണറുകളെയാണ്. കിണറുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള കിണറുകൾ 90%-ലധികവും വിസർജ്യ മാലിന്യങ്ങൾ കലർന്നിട്ടുള്ളതാണെന്നാണ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഈ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റിന് പ്രത്യേകിച്ച് സംവിധാനമൊന്നുമില്ല. സാധാരണ പിന്നെ സെപ്റ്റിക് ടാങ്കുകളാണ് നമ്മൾ സാധാരണ പറയപ്പെടുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതല്ല, പിറ്റ് ലാട്രിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മണ്ണിനെയും ഭൂഗർഭജലത്തിനെയും മലിനപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് രോഗപകർച്ചയ്ക്ക് ഇതുപോലുള്ള തുടരെയുള്ള ഇപ്പം 5.5 ലക്ഷം വയറിളക്ക രോഗങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 32,000-ഓളം ഹെപ്പറ്റൈറ്റിസ് എ കേസ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതി അത്രമാത്രം മലീമസമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടത്, അതിനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും വ്യക്തികൾക്ക് ഉള്ളതിനേക്കാൾ ഉപരി സമൂഹം ഒരു കളക്റ്റീവായിട്ട്, പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. സമൂഹം എന്നുള്ളതിൽ സ്റ്റേറ്റ് ഉണ്ടാകും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം 1992-ലെ പഞ്ചായത്ത് രാജ് നിയമം പ്രകാരം നമ്മുടെ ഇത്തരം പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശുചിത്വ പരിപാലനവും അതുപോലെ മാലിന്യ സംസ്കരണവും കുടിവെള്ള വിതരണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ എത്രത്തോളം ഉത്തരവാദിത്തം നിർവഹിക്കുന്നു? വളരെ വാലിഡ് പോയിന്റ് ആണ് ഡോക്ടർ. ഈ പൊതുശുചിത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വ്യക്തികളുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ഇതിൽ വലിയ റോൾ വഹിക്കാറുണ്ട്. കാരണം മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ഇൻഡിവിജ്വലി ആളുകൾക്ക് സോർട്ട്
ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. അത് ശരിയായ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി ഇക്കാര്യങ്ങൾ ഇടപെടുക. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നടപ്പാക്കുക. അത്തരം കാര്യങ്ങളിൽ രോഗവ്യാപനത്തിൻ്റെ എല്ലാ സാധ്യതകളെയും രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായി അതൊക്കെ കാര്യക്ഷമമായി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം പ്രാഥമികമായി അവരിൽ നിക്ഷിപ്തമാണ്. അതിനെ സഹായിക്കുകയും അതിനോട് അനുബന്ധമായി അതിനോട് ചേർന്ന് നിൽക്കുകയുമാണ് വ്യക്തികളെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുക. പക്ഷേ ആത്യന്തികമായ ഉത്തരവാദിത്തം അവരിൽ വെസ്റ്റഡ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.